അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ വെള്ളിയാഴ്ചയും പരിശുദ്ധമായ ജുമുഅയിൽ മിമ്പറിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം, ഒരു വാക്ക്, അത് നമ്മളെ മനസ്സിലൊന്ന് തട്ടിയാൽ ദുന്യാവും ആഖിറവും രക്ഷപ്പെടും. അതെന്താന്ന് വെച്ചാൽ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. എല്ലാവരോടും അല്ല പറഞ്ഞത്, സത്യത്തെ ഉൾക്കൊള്ളുന്ന വിശ്വാസികളോട്. പള്ളിയിൽ ജുമാക്ക് പോകുന്നത് സത്യവിശ്വാസികളാണ്, അല്ലാത്തവർക്ക് പോകാൻ കഴിയില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആളുകളെ മിമ്പറിൽ നിന്ന് ഖത്തീബ് വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം സൂക്ഷിക്കുക. തഖ്വ ഉണ്ടാവണം. തഖ്വ എന്ന് പറയുന്നത് എന്താ? അത് പ്ലാറ്റ്ഫോമിൽ പ്രസംഗിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റിയതല്ല. ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്നുണ്ടാകേണ്ട ഒരു പ്രത്യേക ചിന്തയാണത്, ഒരു പ്രത്യേക വഴിയാണത്. തഖ്വ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം ജീവിതം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും അള്ളാഹുവാണ്. രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കണം. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ? വഖൂലു ഖൗലൻ സദീദ, നേരായ വാക്ക് പറയുക, സത്യം പറയുക, വഞ്ചന പറയരുത്, കളവ് പറയരുത്. നേരായ വഴിയാവണം, നേരായ വാക്കാവണം. ആർക്കും പ്രയാസപ്പെടുത്തുന്ന ഒന്നും ഉണ്ടായിക്കൂടാ. വഖൂലു ഖൗലൻ സദീദ, സത്യം മാത്രം പറയുക, നല്ല വഴി പറയുക, നല്ലത് മാത്രം പറയുക. അപ്പോൾ തഖ്വ ഉണ്ടാവണം, പിന്നെ നല്ലത് മാത്രം പറയുകയും ചെയ്യണം. ഒരാളെയും വിഷമിപ്പിക്കുന്ന വാക്ക് പറയരുത്, കബളിപ്പിക്കുന്ന വാക്ക് പറയരുത്, ഒരാളെയും ചീത്ത വിളിക്കരുത്. നേരായ വഴിയും നേരായ മാർഗവും നേരായ വാക്കും നിങ്ങൾ പറയണം. അങ്ങനെ ഈ തഖ്വയും സദീദായ നല്ല വാക്കും സംസാരിക്കുന്നവരാണെങ്കിൽ യുസ്ലിഹു ലക്കും അഅ്മാലക്കും, നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ നന്നായി തീരും. ഇത് രണ്ടും ഇല്ലെങ്കിലോ നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ ബാത്തിലാണ്, ഒരു കാര്യം ഉണ്ടാവില്ല. യുസ്ലിഹു ലക്കും അഅ്മാലക്കും, നിങ്ങളെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന നല്ല പ്രവൃത്തിയായി മാറും. നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല പ്രവൃത്തിയായി മാറും. നമ്മളെ റൂട്ടിനുണ്ട് ക്ലിയറാവും, നമ്മുടെ വഴി ഇങ്ങോട്ട് ശരിയാവും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അതുണ്ടാകും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പറ്റിപ്പോയ പാളിച്ചകളൊക്കെ അള്ളാഹു തലങ്ങൾക്ക് പുറത്തു തരും. അതാണ് തഖ്വ ഉണ്ടാവുക. സദീദായ നല്ല വാക്കുകൾ പറഞ്ഞ് ജീവിക്കുന്നവർക്കുണ്ടാകുന്ന ഗുണം അതാണ്. അപ്പോൾ ദുന്യാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാണത്. നിങ്ങളെ അമലുകളൊക്കെ സഹിയാവും, ജോലി ചെയ്യുന്ന സഹിയാവും. അമലുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം മാത്രമല്ല, നോമ്പ് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ജോലി, ബിസിനസ്, വർക്ക് എല്ലാം അതൊക്കെ ക്ലിയറായിട്ട് വരും. യുസ്ലിഹു ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനും റസൂലും പറയുന്നതനുസരിച്ച് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിക്കുകയാണെങ്കിൽ, വമൻ യുതിഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അളീമ. ഭയങ്കര വാക്കാണെത്തും. നിങ്ങൾ നമ്പർ 1 പാസ്സായിപ്പോയി. ഇവിടുത്തെ ദുന്യാവിലെ എക്സാമിൽ നിങ്ങൾ ശരിക്കും പാസ്സായി. ഫഖദ് A+ ആയി പാസ്സായി എന്നാണ്. ഫൗസൻ അളീമ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷനൊന്നുമല്ല, ഫുൾ A+. അതാണ് അളീമ എന്ന് പറഞ്ഞാൽ മഹത്തായ വിജയം. നമ്പർ 1 വിജയത്തിലേക്ക് നിങ്ങൾ എത്തുമെന്നാണ്. ഫഖദ് ഫാസ ഫൗസൻ അളീമ, അളീമായ വലിയ വിജയത്തിൽ നിങ്ങൾ എത്തും. ഈ ഒരൊറ്റ ആയത്തുണ്ടല്ലോ, നമ്മളെ മൈൻഡിൽ ശരിക്കൊന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, സേവ് ചെയ്ത് വെക്കണം. നിങ്ങളിങ്ങനെ കേൾക്കാറുണ്ട്, ഖുത്ബയിൽ ഇങ്ങനെ കേൾക്കുന്നല്ലാതെ അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേട്ട് അതൊന്ന് നിങ്ങളെ മൈൻഡിലൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ, നമ്മൾ അൺകോൺഷ്യസിലും സബ് കോൺഷ്യസിലും നമ്മുടെ മൈൻഡിൽ അതൊന്ന് നന്നായിട്ട് നമ്മളെ ഹെൽത്തിലും നമ്മളെ മൈൻഡിലൊന്ന് റെഡിയാക്കി വെച്ചാൽ
നമ്മുടെ ജീവിതത്തെ അത് വല്ലാതെ സന്തോഷപ്പെടുത്തും. നമ്മുടെ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ആകും. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്കൊരു പ്രശ്നം വരില്ല. ടെൻഷൻ നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. ഈ ടെൻഷൻ വരുമ്പോഴാണ് പ്രഷറും ഷുഗറൊക്കെ വരുന്നത് എന്ന് ഒരു മെഡിക്കൽ ഡിപ്ലോമയിലെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഷുഗർ ഓവറാകും ടെൻഷൻ വരുമ്പോൾ, പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരൊറ്റ ആയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് ശരിക്ക് കോറിയിട്ടാൽ. അത് നല്ല ഫിറ്റാക്കണം, അതവിടെ സേവ് ചെയ്ത് വെക്കണം, ഒരിക്കലും പോകാത്ത നിലക്ക്. നമ്മൾ ചില വാക്കുകളൊക്കെ സ്റ്റാർ ചെയ്ത് വെക്കുന്നത് പോലെ നമുക്കെപ്പോഴും ഉപകാരപ്പെട്ടൊരു ആയത്താണത്. ആയത്ത് നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. അല്ലാഹു തആല അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ.